ഇന്ത്യ ചൈന ബോർഡറിൽ 2020 എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ അറിയാത്ത കഥകൾ അവിടെയുണ്ടോ? യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ഇന്ത്യ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണോ മുന്നോട്ട് പോയത്? മുൻ കരസേനാ മേധാവി എം നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് 2020 ഓഗസ്റ്റ് 31 രാത്രി നടന്ന സംഭവങ്ങൾ. ഓഗസ്റ്റ് അവസാന വാരത്തിൽ ഇന്ത്യ കൈലാഷ് റേഞ്ചിലെ തന്ത്രപ്രധാനമായ കുന്നുകൾ പിടിച്ചെടുത്തതോടെയാണ് കാര്യങ്ങൾ വഷളായത്. ഇതിനെ ഓപ്പറേഷൻ സ്നോ ലെപ്പേർഡ് എന്നാണ് വിളിക്കുന്നത്. റസാംഗ്ല, റെച്ചിൻല തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇതിൽ പ്രകോപിതരായ ചൈനീസ് സൈന്യം ഓഗസ്റ്റ് 31 ടാങ്കുകളുമായി ഇന്ത്യൻ സ്ഥാനങ്ങൾ നോക്കി പുറപ്പെട്ടു. ദക്ഷിണ പാങ്കോങ് തടാകത്തിന് സമീപം ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് തൊട്ടടുത്തെത്തി. ഏകദേശം 500 മീറ്റർ മാത്രം ദൂരത്തിലായിരുന്നു അവർ. ഓഗസ്റ്റ് 31 രാത്രി നോർത്തേൺ കമാൻഡർ YK ജോഷി തന്നെ വിളിച്ചതായി നരവനെ പറയുന്നു. ടാങ്കുകളുമായി ശത്രുക്കൾ അടുത്തെത്തിയെന്ന് അദ്ദേഹം അറിയിച്ചു. വെടിയുതിർക്കാനുള്ള അനുവാദം വേണമെന്നും ജോഷി ചോദിച്ചതായി നരവനെ പറഞ്ഞു. പക്ഷെ വെടിയുതിർത്താൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നരവനെ മനസ്സിലാക്കിയിരുന്നു. ഉടൻ തന്നെ നരവനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വിളിച്ചു. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തി. ഏകദേശം 10:30 പ്രതിരോധ മന്ത്രിയുടെ കോൾ തിരിച്ചു വന്നുവെന്ന് നരവനെ പറയുന്നു. നിങ്ങളുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക എന്നായിരുന്നു മറുപടി. അതായത് പട്ടാള ഭാഷയിൽ പറഞ്ഞാൽ പന്ത് ഇപ്പോൾ പട്ടാളത്തിന്റെ കോർട്ടിലാണ്. നരവനെ ഒരു ദീർഘനിശ്വാസം എടുത്ത് ചിന്തിച്ചു. വെടിയുതിർത്താൽ ചൈനീസ് ടാങ്കുകൾ തകരും, പക്ഷേ യുദ്ധം തുടങ്ങും. പകരം വെടിയുതിർക്കാതെ തന്നെ ശത്രുവിനെ തടയാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ശത്രു അവരുടെ അതിർത്തി ലംഘിച്ചാൽ മാത്രം വെടിയുതിർക്കുക, അതുവരെ കാത്തിരിക്കുക. ഇതാണ് ജോഷിക്ക് നരവനെ നൽകിയ ഉത്തരവ്. ആ രാത്രി ഇന്ത്യയുടെ ആത്മസംയമനം വലിയൊരു ദുരന്തം ഒഴിവാക്കി. തൊട്ടടുത്ത ദിവസം ചൈന പിന്നോട്ട് പോയി. ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തെക്കുറിച്ചും നരവനെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് ഗത്യന്തരമില്ലാതെ വെടിവെക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ അതൊരു വലിയ യുദ്ധത്തിൽ കലാശിച്ചനെ. ആ യുദ്ധത്തിന്റെ ഉത്തരവാദിത്തം നരവനയുടെ തലയിലും വീണനെ. പക്ഷേ അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവമുള്ള നീക്കമാണ് വലിയൊരു ആപത്ത് ഒഴിവാക്കിയത്. ഇവിടെയാണ് ചോദ്യങ്ങൾ ഉയരുമ്പോൾ രാജ്യസ്നേഹം, അതിർത്തിയിലെ പട്ടാളം എന്നിവയ്ക്ക് ഉയർത്തി അതിനെ പ്രതിരോധിക്കുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പുകൾ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ അവർ അതിർത്തിയിലെ സൈനികരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അതോ ആ സൈനികരെയും വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണോ? അതേസമയം നരവനെ തന്റെ പുസ്തകത്തിൽ ചൈനീസ് പ്രസിഡന്റ് പോലും ഇന്ത്യൻ ആർമിയുടെ പോരാട്ടത്തിൽ ഞെട്ടിപ്പോയി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലഡാക്കിലെ ഈ സംഘർഷത്തിനെ കുറിച്ച് ആർക്കും അറിയാത്ത കുറെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പുറത്തുവരാത്ത ഈ പുസ്തകത്തിലുള്ളത്.